മുത്തുനബിയേ നന്നാകണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരാൻ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോ നിസ്കരിക്കാൻ മടിയുള്ളവന്, അഹങ്കാരികളെ പോലെ നടക്കുന്നവന്, ഒരിക്കലും നന്നാകില്ലെന്ന് കരുതുന്നവന് നിനക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാ. അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നാളെ പകല് നിനക്കൊന്ന് പോകാൻ പറ്റുമോ? രാത്രിയിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ പടച്ചവനെ ഒരു 10-11 മണിയാകുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്ക് ഒറ്റയ്ക്കൊന്ന് പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ സഹോദരാ? നമുക്ക് പേടിയാ അവിടെ പോകാൻ, പള്ളിപ്പറമ്പിൽ പോകാ പേടിയാ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നന്നാകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തന്നത് ഖബർ സിയാറത്ത് ചെയ്യാരാ. ആ പള്ളിപ്പറമ്പിൽ ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടപ്പുണ്ട്. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ ഞാനാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പലരും ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അവന്റെ തലയിൽ, അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ട് അവന്റെ ഖബറിന്റെ മുകളിൽ ചെടികൾ നിൽക്കുകയാ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത് ഖബറിന്റെ ചാരത്ത് പോകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉസ്താദേ സീരിയൽ കാണുന്നത് നിർത്താൻ പറ്റുന്നില്ല, എന്റെ മോശമായ സ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. നീ പള്ളിപ്പറമ്പിൽ പോകണ്ട പെങ്ങള്. നന്നാകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ? മയ്യത്ത് കുളിപ്പിക്കുന്നത് എപ്പോഴാ? പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കാനെടുത്ത് കടത്തി കഴിഞ്ഞാൽ നീ കൂടെ വന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കടന്നു പോകുമ്മ. നീ കൂടെ അതിനകത്തേക്കൊന്ന് കടന്നു ചെല്ല്. പടച്ചവനെ, നിന്റെ അഹങ്കാരം മാറുമല്ലോ, നിന്റെ സീരിയൽ കാണല് മാറുമല്ലോ, നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുമല്ലോ. നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പച്ചയിറച്ചിയുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാ കടന്ന് പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണിന്റെ ജനാസ നിനക്ക് കാണാ. അത് കണ്ടു കഴിഞ്ഞാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖബർ കളിക്കാനുള്ള സ്ഥലമല്ല, തമാശ പറയാനുള്ള സ്ഥലമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖബർ എന്ന് പറഞ്ഞാ കളിക്കേണ്ട സ്ഥലമല്ല. ഖബറിന് നാവുണ്ട്, ഖബറിന് നാവുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ കൈകാലുകൾ വിറയ്ക്കണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, നരകം പറയുമ്പോ കരയാറില്ല. പടച്ചവനെ, മഹാനവറുകളുടെ മുന്നിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞ, ഖബർ കണ്ടു കഴിഞ്ഞ ഉസ്മാൻ തങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്, വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഖബർ കണ്ടാ തളർന്നിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങള്, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകത്തെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ, മരണത്തിന്റെ രംഗങ്ങളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്തേ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? ഉസ്മാൻ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഖബറിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്നിവിടന്ന് വഴുത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ചു, എല്ലാവരും കടന്നോ, എല്ലാവരും അവരവരുടെ റൂമിനകത്ത് കയറി ലൈറ്റ് അണച്ചിട്ട് കടന്നുറങ്ങുമ്പോ ആളില്ലാത്ത റൂമിനകത്ത് കയറി ചെന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് കഥകടച്ചിട്ട് ആ റൂമിന്റെ അകത്ത് നിനക്കൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ കഴിയുമോ? അള്ളാഹു ആരും കൈപിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അപ്പുറത്തെ റൂമിൽ വാപ്പ കിടക്കുന്നുണ്ട്, ഉമ്മ കിടക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത റൂമിനകത്ത് കയറിയിട്ട് ലൈറ്റൊക്കെ ഒന്ന് അണയ്ക്കണം, ഫാൻ അണയ്ക്കണം, നല്ലതുപോലെ റൂം ലോക്ക് ചെയ്യണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്ക് അതിനകത്തൊന്ന് ഇരുന്ന് നോക്കണം. ആ ഖബറിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് ആ റൂമിനകത്ത് കയറിയിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് ഇരുന്ന് നോക്ക്. നമുക്ക് പേടിയാ, നമുക്ക് വല്ലാത്ത പേടിയാ. എങ്ങനെ പ്രിയപ്പെട്ടവരെ, അടുത്ത റൂമിൽ മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരുമുണ്ട്. എന്നിട്ട് പോലും ആ റൂമിന്റെ അകത്ത് നിനക്ക് ഒറ്റയ്ക്കൊന്നിരിക്കാൻ വല്ലാത്ത പേടിയാണെങ്കിൽ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാര് മുഴുവനും ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കിക്കിടത്തി മണ്ണിട്ട് മൂടി ചെടിയും നട്ടിട്ട് മടങ്ങി പോകുന്ന ദിനത്തെക്കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? ആ പള്ളിപ്പറമ്പിൽ നീ ഏകനായിട്ട് കിടക്കണമല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇതിനകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടും, ഇതിനകത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ മാതാപിതാക്കളുണ്ട്, നിന്റെ കൂടപ്പിറപ്പുകളുണ്ട്, നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഭാര്യയായി, പിന്നെ മക്കളായി. നാളെ മരിച്ചു പരലോകത്ത് ചെന്നാൽ അവിടെ ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളുമുണ്ട്. ഇനി അല്ല നിനക്ക് സ്വർഗം തന്ന സ്വർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ട്. ഇനി അല്ല എന്നെ നരകത്തിലിട്ട അവിടെയും ശൈത്താനും അനുയായികളുമുണ്ട്. പക്ഷേ നീ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം, അത് 6 അടി മണ്ണിനകത്ത. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഖബർ കണ്ടാ തന്നെ കരഞ്ഞോണം. ഇനി മുതൽ ഖബർ കണ്ടാ കരയണം. എവിടെ കരയാൻ? പള്ളിപ്പറമ്പിൽ പോയി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് കോമഡി പറയുന്നവരാ നമ്മള്. ഫോൺ വിളിക്കണം എവിടെ നിന്നാ? ചില ചെറുപ്പക്കാര് ഫോൺ വിളിക്കുമ്പോ പാപ്പാടെ തലയിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയിൽ നിന്നാ ഇല പറിച്ച് കളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖബർ സംസാരിക്കും മനുഷ്യ. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിൽ പോകുന്നവനോട് ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബർ ഓരോ മനുഷ്യനോടും സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്നൊരു ജനാസ ഖബറടക്കാ പള്ളിപ്പറമ്പിൽ പോവുകയാ. ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. അതാ എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക്. അനുയായികൾ ചോദിച്ചു, തങ്ങളെ വരുന്നില്ലേ? മയ്യത്തിനോടുള്ള കടമകളും കടപ്പാടുകളും കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് അതാ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ് ഖബർ കുഴിച്ച് ഖബറടക്കിയല്ലോ. ഇത് എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ അല്പനേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ, എന്നെ നിങ്ങളെ ശല്യം ചെയ്യരുത്, എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ പള്ളിപ്പറമ്പിലൂടെ നടന്ന് 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 ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. പടച്ച റബ്ബേ, ഖബറിന്റെ ചാരത്ത് മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒരുപാട് നേരമായിട്ടും മിണ്ടുന്നില്ല, ഇരുന്ന് കരയുകയാണ്. ആ സമയത്താണ് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്തേ
എന്നോട് നിനക്കൊന്നും ചോദിക്കാറില്ലേ? ഒരുപാട് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ. എന്റെ സ്വഭാവം എന്താണെന്നറിയണ്ടേ? എന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുന്നു, ഖബറേ, നിന്റെ ഉള്ളിലേക്കൊരു മനുഷ്യനെ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, മസഖത്തുൽ അക്ഫാർ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. അവന്റെ കഫൻ തുണികൾ വലിച്ചു കീറുകയാണ്. പടച്ചവരെ, ഖബറവിടന്ന് ഞെരുക്കുകയാണ്. അവന്റെ കണ്ണുകൾ പിഴുതെടുക്കുകയാണ്. അവന്റെ പച്ചയിറച്ചികൾ അവന്റെ ശരീരം തിന്നുകുഴിപ്പിച്ചത് മുഴുവനോ പുഴുക്കൾ തിന്നുകയാ. അവിടുന്ന് ഖബറിങ്ങനെ പറന്നു കൊടുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആ ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ, നിനക്ക് ഖബർ കുഴിക്കുമല്ലോ, നിന്നെ കൊണ്ടുപോയി കുടിച്ചിടുമല്ലോ, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, മരിക്കുന്നതിന് മുമ്പ് ചില നന്മ ചെയ്യണേ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. അല്ലാതെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ നീ പോയാ, പള്ളിപ്പറമ്പിലേക്ക് വെറുതെ പോയാ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എന്തായാലും ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹ് നല്ല മരണം തരുമാറാകട്ടെ. മരിക്കുവോ? പറ ചങ്ങാതിമാരെ, മരിക്കുവോ? എന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ? മരിക്കുവോ? നമ്മളൊക്കെ വിശ്വാസം ഉണ്ടോ? ഒന്ന് കൈ പൊക്കിക്കേ. മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കാൻ. ആ, നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്രായേൽ നിന്നെ പൊക്കും കേട്ടോ. നീ ധൈര്യമായിട്ടിരുന്നോ. നീ കൈ പൊക്കുകയോ പൊക്കാതിരിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം. ആര് പൊക്കും നിന്നെ? ഉറക്കപ്പറ, ആര് പൊക്കും? നീ ഈ ദുനിയാവിൽ എവിടെ പോയാലും വരുവിടെ അസ്രായേൽ നിന്നെ കൊണ്ടുപോകാൻ. അതും ഒരു കരുണയില്ലാത്ത മലക്കാ മലക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ വരിങ്ങട്ട് വരും, കൊണ്ടുപോയിരിക്കും. ആ മലക്ക് നിന്നെ തേടി വരും. എവിടെയാണെങ്കിലും ഞാനും നിങ്ങളും ആ മലക്കിനെ കാണും, നമ്മളെ കൊണ്ടുപോകും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ വെറുതെ പോയാ മതിയോ? വെറുതെ പോയാ മതിയോ? ചിലരൊക്കെ പട്ടി ചന്തയ്ക്ക് പോലെ പോയിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ നീ വെറുതെ പോയാ പോരാ. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോയാ നീ രക്ഷപ്പെടും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് റെഡിയായി പോയാ നിങ്ങൾ സ്വർഗമാ, നിങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞേ. മാസ്ക് ഇട്ടത് കൊണ്ടാണ് ആ സൗണ്ട് പുറത്തു വരാത്ത. ഒരാമീൻ പറഞ്ഞേ. അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ആമീൻ പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒരാമീൻ പറ. പോരാ, വല്ലവനും വേണ്ടി, രാഷ്ട്രീയക്കാരന് വേണ്ടി വിളിക്കുമ്പോൾ ഇതിനെക്കാളും സൗണ്ടാ. ഒന്നുകൂടെ വിളിച്ച് ആമീൻ പറ. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എണ്ണിക്കോ എന്താ കൊണ്ടുപോകണ്ടേന്ന്. എന്താണ് കൊണ്ടുപോകണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. വെറുതെ പോയാ പോരാ. ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോയാൽ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ റെഡിയല്ലേ? നിങ്ങൾ എന്താ പല പൈസ മേടിച്ചിട്ട് മുങ്ങി നടന്നിട്ട് ഇപ്പൊ കിട്ടിയതുപോലെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കണേ? ഞാൻ നിങ്ങളുടെ നിന്ന് കടം മേടിച്ചിട്ട് പോയ ആളല്ലല്ലോ. ചില കടം മേടിക്കാൻ വലിയ കാര്യമാണ്, മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ വല്ലാത്ത മടിയാ. നീ എന്താ ഫാനും കറക്കി കറക്കി. ഇവിടെ നിങ്ങളൊന്നും കേൾക്കണില്ലയോ?
പള്ളിപ്പറമ്പ് അവനെ വിളിച്ച മൈക്ക് സെറ്റുകാരനെ വിളി. ഷെരീഫേ, നീ ആദ്യം വന്ന് വഴുത് കേക്ക്, ഇങ്ങോട്ട് ഇറങ്ങ്. പള്ളിപ്പറമ്പിൽ പോകുമ്പോ നീ തടിയുള്ള ഇങ്ങോട്ട് വാ, സംഘാടകനാ, നീ വാ ഇങ്ങോട്ട് പോ. രണ്ടും പോയിരി, വഴുത് കേക്ക്. പോയിരുന്നു. ആദ്യം വഴുത് കേൾക്കേണ്ട മൈക്ക് സെറ്റുകാരനാ, നീ ഇരുന്ന് കേക്ക്. ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണ മൈക്ക് സെറ്റുകാരനാ, ഇരുന്നു. പോക്കോ, ആരും നിൽക്കൊന്നും വേണ്ട, പോയിരി. അവിടെ 3-4 കാക്കാമാര് ഇവിടെ നിപ്പോണ്ട്, വേണമെങ്കിൽ ഇറങ്ങി നിന്ന് കേട്ടോ. പള്ളിപ്പറമ്പിൽ പോകുമ്പോ കൂടെ കടന്ന ആമിന പോലും വരത്തില്ല, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യ പോലും ഉണ്ടാവത്തില്ല. പള്ളിപ്പറമ്പിൽ പോകുമ്പോ വേണമെങ്കിൽ കയറിയിരുന്ന് കേട്ടോ. പോയി തടിയുള്ള ചങ്ങാതി പിടിച്ചിരുത്ത്, ഇൻഷാ അല്ലാഹ്. പിടിച്ചിരുത്തോ, ഓനെ കൂടെ ഇരുത്ത്. ഒരു കസേര ഇട്ടിരുന്നോ, ഇൻഷാ അല്ലാഹ്. പിരിവില്ല, പേടിക്കണ്ട, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യമായിട്ട് സാധാരണ ഒരിടത്ത് വഴുതിന് പോകുമ്പോൾ സംഘാടകർ ആദ്യം പിരിവിന്റെ കാര്യം പറയും. ഇവിടെ പിരിവില്ല, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു, കാരണം നിങ്ങളൊക്കെ അംബാനിമാരാ, എല്ലാവരും പണക്കാർ, അതുകൊണ്ട് പിരിവൊന്നുമില്ല. മൈക്ക് സെറ്റുകാരെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മരിക്കുമ്പോ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു 3 സ്വലാത്ത് പറഞ്ഞ സംഘാടകർ. എന്തേടാ നീ ഇതിന്റെ മോലാളിയാ, ഈ പരിപാടിയുടെ സംഘാടകനാ? ആ വെള്ളം മുണ്ടെടുത്തി 5 പേര് പുറത്തേക്കണ, 5 പേര് സ്വർഗത്തിൽ കയറാൻ പറ. പോ, നീ പോയി പറ, അവരെ വിളിച്ച് കയറ്റിയിരുത്ത്. സംഘാടകർ ആദ്യം വഴുത് കേൾക്കേണ്ടത്. പോ, അവർ 5 പേരെ സ്വർഗത്തിൽ ഇരുത്ത്. പൊക്കോ, 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയാ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടവരാ. അപ്പൊ നമ്മളെല്ലാവരും മരിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. എങ്ങനെ മരിക്കണമെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് പറയേണ്ട വാക്കെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ ദുനിയാവിൽ നീ എവിടെ കിടന്നു മരിച്ചാൽ ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്ന അവസാന സമയത്ത് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചാ നീ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം നീ നിന്റെ നാവ് കൊണ്ട് അവസാനമായിട്ട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയേ ഉള്ള ഉസ്താദെ, ഇത് പറയാനാണോ നിങ്ങൾ ഈ 40 മിനിറ്റ് എടുത്തത്? ഇത് പറയാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും ചുറ്റിക്കറങ്ങി വന്നത്? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും.
എടാ, ഏതും മുതുകുടിയനോടും പള്ളിയും പട്ടവും ദീനും ഇല്ലാത്തവനോട് ചോദിച്ചാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനറിയാം, നിസ്കരിക്കാൻ അറിയത്തില്ലെങ്കിലും. എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്താ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചിരിക്കണത് ഇത് എളുപ്പമാണ്. കാരണം താടിയുണ്ട്, തഴമ്പുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, പ്രസംഗിക്കുന്നവനാണ്, പള്ളിയിലെ ഹത്തീബാണ്, മുത്തല്ലിങ്ങൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്, എല്ലാ പരിപാടിക്ക് പോയിട്ട് മോതിര ഊരി കൊടുക്കുന്ന താത്തായാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് ഇത് നമ്മളെ കൊണ്ട് പറ്റൂന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു. നമ്മളങ്ങ് വിചാരിച്ചിരിക്കുക നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചിരിക്കുകയാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ എന്തേ നോക്കാത്തെ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട ഇത്ര നിനക്ക് ഓർമ്മയുള്ള ദിക്റാണെങ്കിൽ എന്തിനാ ഈ മരിക്കാൻ കിടക്കുന്നവന്റെ അടുത്ത് പോയിരുന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കണേ? ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അറിയാഞ്ഞിട്ടാ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അവൻ അറിയാൻ പറയാൻ. എന്നിട്ടും പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ? നിങ്ങൾ ഖുർആൻ നോക്കിക്കേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ഭൂമിയുടെ മധ്യഭാഗത്തൊരു പള്ളി കെട്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി. പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യമൊന്നും ഈ ലോകത്തില്ലല്ലോ. അള്ളാഹനെ ആരാധിക്കാൻ ഒരു പള്ളി പണിയുക, അതും ലോകത്താദ്യത്തെ പള്ളി. ആരാ പണിതത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കൂടെ ഉണ്ടായിരുന്ന മെക്കാട് പണിക്ക് നടന്ന ആളാരാ? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. രണ്ടും പ്രവാചകന്മാർ. ഇബ്രാഹിം നബി ആരാണെന്ന് ഞാൻ പറയണ്ട, നമുക്കറിയാം ഇബ്രാഹിം നബി ആരാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബിയുടെ മഹത്വവും എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടു പ്രവാചകന്മാര് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ ഒരു പള്ളി കെട്ടിയിട്ട്. അള്ളാഹനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടിയിട്ട് അള്ളാഹിനോട് ആദ്യം പറഞ്ഞെന്തെന്നറിയോ? അള്ളാഹുവെ, നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടാമത് പറഞ്ഞെന്തെന്നറിയോ? സ്വർഗം തരണേന്നല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നല്ല. ഇബ്രാഹിം നബി രണ്ടാമതായിട്ട് അള്ളാഹുവിനോട് പറഞ്ഞത്, പടച്ചോനെ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം പടച്ചവനെ ഒരു മുസ്ലിമായിട്ട് പടച്ചവനെ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. വാപ്പ നിനക്ക് ഉറപ്പാ, ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ ഉറപ്പില്ലായിരുന്നു. എന്തിനാ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ചെറുപ്പക്കാരാ നീ പഠിക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറിയിരിക്കുമ്പോ യൂസുഫ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ ഖുർആൻ പറയുന്നു, റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യൂസുഫ് നബി അള്ളാഹിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ തവഫനി മുസ്ലിമാ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബിക്കും ഉറപ്പില്ലായിരുന്നു. എന്തിനാ ആമിന? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി സുജൂദിൽ കിടന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേക്കുന്നത്. പടച്ചവരെ, മുത്തുനബി സുജൂദിൽ കിടന്ന് കരയുകയാ. അള്ളാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്, എന്തോ ദുആ ചെയ്യുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ നീ ഈമാനിൽ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുന്നത് കേൾക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ. ആയിഷ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഈ ദുനിയാവിൽ മുസ്ലിമായി ജീവിച്ചിട്ട് മുസ്ലിമിനെ പോലെ നടന്നിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കാഫിറായി ചത്തുപോയ എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മുത്തുനബിയുടെ സ്വഹാബത്തിന്റെ കഥയറിയുമല്ലോ, എത്രയെത്രയോ കൊലകൊമ്പന്മാരുടെ കഥയറിയുമല്ലോ. ജീവിക്കുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം മരിക്കുമ്പോ ഈമാനില്ലാതെ ചത്തുപോയ എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം ചെറുപ്പക്കാരാ? എങ്കിലെന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മരിക്കുന്ന സമയം വരെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് സിർക്ക് ചെയ്ത് ജീവിച്ചിട്ട് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ദീനിലേക്ക് ശഹാദത്ത് കലിമ പറഞ്ഞ് കടന്നു വന്നിട്ട്, റബ്ബേ, മുസ്ലിമായി മരിച്ച എത്ര പേരുടെയോ ചരിത്രങ്ങൾ പഠിച്ചവരാ. അതുകൊണ്ട് എന്തേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവോ. മക്കളെ ഉപദേശിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മക്കളെ ഉപദേശിക്കുകയാ, വവസാ ബിഹാ ഇബ്രാഹീം വബനീഹി യഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ട് പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, മുസ്ലിമായിട്ടേ മരിക്കാവോ എന്നവിടുന്ന് തന്റെ ഉപ്പമാര് തന്റെ മക്കളോട് അവിടുന്ന് വസിയത്ത് ചെയ്തെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനില്ലാതെ മരിക്കല്ലേ, മുസ്ലിമായിട്ടേ മരിക്കാവോ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ. അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഇരിക്കണ ഓരോ മനുഷ്യനും അറിയാം, എൻ്റെ പൊന്നുസ്താദെ, അതിനുള്ള യോഗ എനിക്കില്ല. ഈ ഇരിക്കണ തഴമ്പും താടിയുള്ള എല്ലാവർക്കും അറിയാം, എനിക്ക് നിങ്ങൾക്കും അറിയാം. കാരണം ജീവിതത്തിൽ അങ്ങനെ ഒരു മരണം കിട്ടാൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യണ്ടേ വാപ്പ? എന്തെങ്കിലും നന്മകൾ ചെയ്തു വെച്ചാലല്ലേ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ മരിക്കാൻ പറ്റൂ. വെള്ളിയാഴ്ച രാവിലൊക്കെ മരിക്കുന്ന മയ്യത്ത് കാണുന്നതല്ലേ. ചില പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ, എൻ്റെ ഉമ്മ സംസം വെള്ളം കുടിച്ച് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കുന്നത് ഞാൻ കേട്ടു ഉസ്താദേ. എന്താ അഭിമാനത്തോടെ പറയാ? ഇരിക്കണ ആണുങ്ങൾ പറയും, ഉസ്താദേ, എൻ്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചേ, എൻ്റെ ഉപ്പ നിസ്കരിച്ചപ്പോഴാ മരിച്ചേ, 27-ാം രാവിലെ എൻ്റെ വാപ്പ മരിച്ചേ എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആണുങ്ങളുണ്ട്. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്കെന്ത് കിട്ടാനാടാ? ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ. നിന്റെ ഉമ്മ ശഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? നീ ഇങ്ങനെ മൈക്കെട്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ, നിനക്കൊന്നും കിട്ടില്ല ആമിന. നിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഓളി രക്ഷപ്പെട്ടു, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കാം. നമ്മളിങ്ങനെ പറഞ്ഞു, നീ ആ ഉമ്മാടെ മോനാണെങ്കിൽ അങ്ങനെ മരിച്ചു കാണിക്കണം. ആ വാപ്പാടെ മകനാണെങ്കിൽ ഇന്നലെ എങ്ങാണ്ട് ഞാൻ എവിടെ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഉസ്താദ്, നിസ്കാരത്തിന് ആരാ പറഞ്ഞു, നിസ്കാരത്തിൽ മരിച്ചെന്ന്, സുജൂദില്, നിസ്കാരത്തിന്റെ മുസല്ലി സുജൂദിൽ കിടന്ന് മരിച്ച ആരുടെ കഥ ഇങ്ങനെ അല്ലാഹു ഖബറിനെ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിനക്ക് തന്നെ അറിയാം അതിന് യോഗമൊന്നും ഇല്ലെന്ന്.
നമുക്ക് തന്നെ അറിയാം. പിന്നിങ്ങനെ നെളിഞ്ഞടക്ക താടിയും തഴമ്പും, താടിയും ഇപ്പത്തെ എത്രയോ കള്ള് കച്ചവടം നടത്തുന്നവനും കഞ്ചാവടിക്കുന്നവനും കൊലപാതകയ്ക്കും താടിയുടെ നീളം ഇവിടെ വരെയാ. പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഉസ്താദന്മാര് പോലും തോറ്റുപോകും. ബില്ലാദന്റെ താടിയാ ഇന്ന് ചെറുപ്പക്കാർക്ക്. ഇത്രയും നീളത്തിൽ താടി വളർത്തിക്കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ നമുക്കറിയാം. തഴമ്പ്, 25 കൊല്ലം നിസ്കരിച്ച വാപ്പായ്ക്ക് തഴമ്പില്ല. ഇന്നലെ പള്ളി കയറിയവന് തഴമ്പ്, പായിലിട്ട് വരച്ചിട്ട് തഴമ്പ്. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. താത്ത ഒരു ഫർദയും വലിച്ചു കയറ്റിയിട്ട് കൈക്കകത്ത് ദിക്ർ പറയണ തസ്ബീഹ് ഇട്ടില്ല, അതിൽ അടിച്ചുകൊണ്ട് നടക്കാൻ ഏത് പൊട്ടയ്ക്കും പറ്റും. അതെല്ലാവർക്കും പറ്റും. അതിലൊന്നും കാര്യമൊന്നുമില്ല. അതിൽ കാര്യമില്ല എന്നല്ല, അത് മാത്രമല്ല മരണസമയത്ത് ഈമാൻ കിട്ടാനുള്ള കാരണം ജീവിതത്തിൽ എന്തെങ്കിലും വേണം. ഫർദയൊക്കെ ഹിജാബൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന കാലമ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചൊന്നല്ല, ഞാൻ ഉള്ളതല്ലേ പറയണേ. നീ തന്നെ മനസാക്ഷിയോട് ചോദിക്ക്, നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ. ഇത്രയും പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഒരെണ്ണം പറയാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള ധൈര്യം നമുക്കില്ല. ഇതാ നമ്മുടെ അവസ്ഥ. എടാ, ഒരു നന്മ പോലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ അവസ്ഥ ഏതാ? നമ്മുടെ ഈമാനികമായിട്ടുള്ള കുറവതാ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള വഴി എന്താന്ന് പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? മക്കളെ, നിങ്ങൾ മിണ്ടാതിരുന്നേടാ. പ്രായമുള്ള മനുഷ്യന്മാര് പറയട്ടെ, വേണോ വേണ്ടേ? മിണ്ടാതിരിക്കല്ലേ? എൻ്റെ പൊന്നുസ്താദേ, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല. അതുകൊണ്ടാ നിനക്ക് ധൈര്യം. നിന്റെ ധൈര്യം എന്താ? നീ പറയുന്നത് നീ ഇപ്പോഴെങ്ങും മരിക്കൂല എന്നാ അല്ലേ? നമ്മൾ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല, ഇനി എത്രയോ കാലം ജീവിക്കും. ആരാ പറഞ്ഞേ? നീയൊക്കെ നാളെ നേരം വെളുപ്പിക്കുമെന്ന് ആര് കണ്ട്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇതെന്താ പല പള്ളിപ്പറമ്പി സലാം പറഞ്ഞ പോലെ. എടോ, മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിനക്ക് പള്ളിക്കുഴിയിൽ കബറ് വെട്ടാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വഴിയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ മരണത്തിന്റെ അടയാളം. ചിലര് പറയും, ഉസ്താദെ പെട്ടെന്ന് മരിച്ചു എന്ന്. ഈ അടുത്ത് എവിടെയോ പോയപ്പം പറഞ്ഞു, ചെറുപ്പക്കാരനായിരുന്നു ഉസ്താദെ, പെട്ടെന്ന് മരിച്ചു. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 55 വയസ്സുണ്ടെന്ന്. അപ്പൊ 25കാരൻ എന്താ പറയാ? 35കാരൻ എന്താ പറയാ? 55 വയസ്സുള്ളവനെ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63ാമത്തെ വയസ്സിലാ മരിച്ച, അവിടെ നിന്ന് വഫാത്തായ. ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ. എടാ, ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര അടയാളുണ്ട്? എത്ര എണ്ണം ഉണ്ട്? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പറഞ്ഞുതരട്ടെ. വല്ലവന്റെ മയ്യത്ത് കബറടക്കി നടന്നാ മതിയോ? നിനക്കും പോണ്ടേ? വല്ലവന്റെ മയ്യത്തും കബറടക്കി ഇങ്ങനെ ചിരിച്ചോണ്ട്, എടാ നിനക്ക് പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഈ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് കബറ് വെട്ടിക്കോ. നിനക്ക് കുഴിച്ച് നിനക്ക് കിടക്കാനുള്ള കബറ് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അടയാളം പറഞ്ഞു തരട്ടെ. വേണമെന്നുള്ളവർക്കൊന്ന് കൈപൊക്കിക്കേ. എത്ര ധൈര്യം ഉണ്ടോ? അൽഹംദുലില്ലാ. ഈ ധൈര്യം എപ്പോഴും കാണണം കേട്ടാ. അടയാളം പറഞ്ഞു കഴിയുമ്പോഴും നിന്റെ മുഖത്ത് കാണുന്ന ഈ ചിരിയും കളിയൊക്കെ ഉണ്ടാകണം. താത്തമാരെങ്ങനാ? നാളെ രാവിലെ പോവല്ലേ കടയിൽ? ഇവിടെ അടുത്ത കട ടൗൺ ഏതാ ഉസ്താദ്? നെല്ല അവിടെ കഫൻ തുണിയൊക്കെ കിട്ടുന്ന കടയുണ്ടോ? പോണം കേട്ടോ. നാളെ രാവിലെ പോയിട്ട് കഫൻ തുണി വാങ്ങിച്ചോണം. നിന്നെ പൊതിയ, നിന്റെ അളവൊക്കെ നോക്കിയിട്ട് മേടിച്ചോ. ചിലപ്പോൾ തികയത്തില്ല, ചിലർക്ക് നീളം കൂടുതലായിരിക്കും. പോയിട്ട് നല്ല കഫൻ തുണി നല്ല നോക്കി മേടിക്കരുത്. നല്ല കഫൻ തുണി വാങ്ങണം, അത്രയൊക്കെ വാങ്ങണം. കുറച്ച് പഞ്ഞിയൊക്കെ മേടിക്കണം. ഇന്ന് രാത്രി തന്നെ കെട്ടിയവന്റെ അടുത്ത് പൊരുത്തം ചോദിച്ചോണം കേട്ടോ. പള്ളി സ്റ്റോക്ക് ആണ്ട, അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട. ഇവിടത്തെ പള്ളിക്കാർക്ക് ദീർഘവീക്ഷണമുണ്ട്. അവര് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പം പെട്ടെന്ന് പോകാം. ഫ്രീ ആണോ അപ്പൊ? അപ്പൊ രാജാക്കന്മാരാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൈസ കൊടുക്കണം. ഇവിടെ കഫൻ തുണി വരെ ഫ്രീയാ. ഖബറ് നേരത്തെ വെട്ടിയിടുവോ? ഖബറ് നേരത്തെ വെട്ടിയിടുവോ? 3 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ റെഡിയാ, എല്ലാം കൊണ്ട് റെഡിയാ. കൊറോണ വന്നപ്പോ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പൊ കഫൻ തുണി റെഡി, പലകയും റെഡി ആയിരിക്കില്ലേ? എല്ലാം റെഡിയാണ്. അപ്പൊ അൽഹംദുലില്ലാ. ഉസ്താദിനെ കയറ്റിയിരുത്തിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, റെഡിയല്ലേ? പറഞ്ഞു തരട്ടെ.
പേടിയൊന്നുമില്ലല്ലോ, കസേരയൊക്കെ നല്ല പിടിച്ചോ വീഴാതെ. ഒന്നാമത്തെ അടയാളം ഞാൻ പറഞ്ഞു തരാം. ഒരാളുടെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി, അത് വന്ന സമയം കറക്റ്റാ, അടയാളം പറയുന്ന സമയത്താണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ബയാലു ശൈരിക ബഅദ സവാദി. ഇരിക്കണ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും തലയിലും താടിയിലും നോക്കണം. എല്ലാരും തലയിലും താടിയിലും നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്ക് ഇടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, നിന്റെയൊക്കെ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? ഉസ്താദേ, കറുത്തതുണ്ടോ എന്ന് നോക്കണം. ഇപ്പം വെളുത്തിട്ട് പല വാപ്പാമാര് ഇപ്പോഴും 25-കാരനാണെന്നുള്ള തോന്നല. ക്ലീൻ ഷേവ, കിളവാന്ന് വിളിച്ചാലോ അല്ലേ? ചിലര് പെയിന്റ് അടിക്കും, ചിലര് മൈലാഞ്ചി ഇടും. എന്തിനാ? വെള്ളം മറയ്ക്കാൻ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തി. എന്തിനെന്നറിയോ? ചിരിക്കുന്ന സമയത്ത് വന്നിട്ട് പറയണം ഉമറെ മരിക്കൂ എന്ന് പറയാൻ. ഇതാ ജോലി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് പറയും ഉമറെ മരിക്കും കേട്ടോ. ഇങ്ങനെ പറയാൻ വേണ്ടി ജോലിക്ക് ആളെ നിർത്തി. ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി, നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു ജോലിയിൽ നിന്ന്. ഇപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ പിരിച്ചു വിടുന്നേ? നീ ഒന്നും ചെയ്തില്ല. ഇനി മുതൽ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി ഇത് പറയും ഞാൻ മരിക്കുമെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഉമ്മാ മുടി നരച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ ഉമ്മാ നീ ഇപ്പൊ തലമറയ്ക്കാ തുടങ്ങിയത്? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട്, ഉമ്മമാരോട്, ശരീരത്തിലെ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി, ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണമത്ര നിന്റെ അടുത്ത് കിടക്കുകയാണ്. അതാ മരണം നിന്റെ അടുത്ത് കിടക്കുകയാ. നീ കളിച്ചും ചിരിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്കുകയാണ്. കുല്ലുംബ്രിഇൻ സബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കളപടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, ഒരു പ്രയാസവുമില്ല. അല്ലാഹു പറയുകയാണ്, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. അല്ലാഹു പറയുകയാ, 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരാ പറയണത്? അല്ലാഹ്. അല്ലാഹു പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം. ഈ കഷ്ടപ്പാടും പൈസ ഒന്നുമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഞാൻ ഈമാനുള്ള മരണം തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പൈസ കൊടുക്കണോ? വേണ്ട. കഷ്ടപ്പാടുണ്ടോ? വേണ്ട. ഉറക്ക ഒഴിയണോ? വേണ്ട. ഒന്നും വേണ്ട. അല്ലാഹ് പറയണ ഒറ്റ കാര്യം ചെയ്താ ഈമാനുള്ള മരണം കിട്ടും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പൈസ ചെലവൊന്നുമില്ലല്ലോ, കഷ്ടപ്പാടൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? പറ മനുഷ്യന്മാരെ,
ഇതങ്ങനെ ആദ്യമേ പറഞ്ഞത് പൈസയുടെ ചെലവില്ലെന്ന്. അത് കേട്ടപ്പോ തന്നെ പകുതി ആശ്വാസമായല്ലോ. അള്ളാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ള മരണം വേണമെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുകയാ. ഞാനല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു താഹയുടെ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ, നീയും നിന്റെ ഭാര്യ മക്കളും നിസ്കരിച്ചാ, അല്ലാഹു നിനക്ക് 2 പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ 2 പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന്, മരിക്കുന്ന കാലം വരെ നിനക്കും കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹ് എന്താ പറഞ്ഞേ? കൊറോണ വന്നപ്പോ എല്ലാരും പട്ടിണിയാ, പള്ളിയിലെ ഉസ്താദ് പട്ടിണിയായോ? ഇല്ല. ശമ്പളം പകുതി വെട്ടിയിട്ട് ഉസ്താദും കുടുംബവും നല്ലപോലെ കഴിഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട്? നീ കൊറോണ വന്നപ്പോ പള്ളി കയറിയില്ല, പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കരിച്ചു. അത് തന്നെ അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം. നീ തലകുത്തി ഒന്നും നടക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അള്ളാഹ് പറയാം, ഞാൻ തരാം. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അള്ളാഹ് പറഞ്ഞു, ഞാൻ തരും. എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാ മതി. 2, നല്ല മരണം ഞാൻ തരാം. പറഞ്ഞ വാക്കു മാറ്റാൻ അള്ളാഹ് രാഷ്ട്രീയക്കാരനല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കുവോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. നിങ്ങളെല്ലാരും നിസ്കരിക്കുന്നവരാ. പെണ്ണുങ്ങളോ, നിങ്ങൾ നിസ്കരിക്കൂലേ? നിങ്ങളെല്ലാരും നിസ്കരിക്കുന്നവരാ. നിസ്കരിക്കത്തില്ല എന്ന് ഞാൻ പറയണില്ല, എല്ലാരും നിസ്കരിക്കുന്നവരാ. പക്ഷെ നീ ലോഹർ നിസ്കരിക്കണേ എപ്പോഴാ പെങ്ങളെ? പള്ളിയിലെ മോദി പാവപ്പെട്ടവൻ 12:30 ആകുമ്പോ വിളിക്കും, അല്ലാന്ന് പറഞ്ഞിട്ട് വിളിക്കും ബാങ്ക്. നീ ലോഹർ നിസ്കരിക്കണം എപ്പോഴാ? നീ ചോറും വെച്ച്, മീനും വെട്ടി, പച്ചക്കറി അരിഞ്ഞ്, കറിയും വെച്ച്, സാമ്പാറും വെച്ച്, അവിയലും വെച്ച്, എല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി തിന്നിട്ട് ഒരു ഒളുവിൽ 2 ഫർദാ നിനക്ക്. നീ 3:30 ഒരു നിസ്കാരമുണ്ട്. അത് ഏത് മദ്ഹബാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. പിന്നെ എന്തിനാ അള്ളാഹ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കണേ? നിനക്ക് 3:30 നിസ്കരിക്കാനായിരുന്നെങ്കിൽ എന്തിനാടി 12:30 ബാങ്ക് വിളിക്കണേ? 3:30 വിളിച്ചാൽ പോരായിരുന്നോ? നിസ്കരിക്കാറുണ്ടോ? 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. എത്ര പേരാ ഉള്ളേ? നമുക്ക് തോന്നുമ്പോ വല്ലപ്പോഴും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിസ്കരിക്കാൻ തന്നെ പോട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. മക്കള് നിസ്കരിക്കാറുണ്ടോ? നീ വലിയ കുത്തുബുൽ അഖ്താബും വലിയ മഹാനുവാ, നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ? പേടിയുണ്ട്, പറയടാ. എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇങ്ങനെയല്ലേ പഠിച്ചേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തെല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? ഏതെങ്കിലും ഒരു താത്ത നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കളൊക്കെ മലക്കുകളാണെന്നല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കൾ 5 നേരം നിസ്കരിക്കുമെന്നല്ല അതിനർത്ഥം. അതെങ്ങനെ? വാപ്പായ്ക്ക് തല്ലാൻ യോഗം ഉണ്ടാവണം. കാരണം വാപ്പ പള്ളിയിൽ പോകുന്ന ഇന്ന് വരെ മോൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ വാപ്പ തല്ല അധികാരമുള്ളത്?
എടാ വാപ്പ പള്ളിയിൽ പോയാലല്ലേ മോൻ പോത്തുള്ളൂ. പണ്ട് വാപ്പ പള്ളിയിൽ പോകുന്നത് കണ്ടാ മക്കള് വളരുന്നത്. എന്നാ അതും ഇല്ല, വാപ്പ തന്നെ കയറാറില്ല പള്ളിയിൽ. പിന്നെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.